ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തന്നെ ആ പരിപാടിക്ക് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കിടക്കുന്ന സാധനം കണ്ടോ, ഇതിനെ കൊണ്ട് ഇതിന് ടെസ്റ്റ് എടുത്തിരിക്കുകയാണോ, ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് മുന്നേ അതൊന്ന് വാട്ടർ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ വണ്ടിയാണ് കേട്ടോ, അപ്പാപ്പയുടെ വണ്ടിയാണ്. അപ്പോൾ അതുമായിട്ട് വാട്ടർ സർവീസ് കൊടുക്കാണ്ടി പോകും. രാവിലെ ഇന്നലെ കളിയെല്ലാം കഴിഞ്ഞ് വെളുപ്പിനെ അർജൻറ്റീന കളിയും കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണിത് കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം അത് കൊടുക്കാണ്ടി പോവാണ്. അപ്പോൾ ഈ സാധനവും കൊണ്ട് നമ്മൾ നേരെ വാട്ടർ സർവീസ് കൊടുക്കാണ്ടി പോവാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ സമയം, അതായത് റീടെസ്റ്റിൻ്റെ സമയം, ഇത് പെയിൻറ്റിങ് ഒക്കെ ചെയ്യണം, പാച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സർവീസ് ചെയ്യാണ്ടി കൊടുക്കാണ്ടി പോകണം. വാട്ടർ സർവീസ് ചെയ്തിട്ട് വേണം വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളത് എടുക്കാണ്ടി പോവാണെങ്കിൽ, ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടും ഭയങ്കര ഒരു വൈബ്രേഷനും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിലാണ് ക്ലച്ച് കേട്ടോ. ഇതുണ്ടോ, കാലിലാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. ഇവിടെ ഗിയർ വരും, കയ്യിൽ ഗിയർ വരും, ഇവിടെ ആക്സിലേറ്റർ, അവിടെ ബ്രേക്ക്. അതായത് രണ്ട് കാലും രണ്ട് കൈയും വേണം ഓടിക്കാൻ. ക്ലച്ച് ഇവിടെ ചവിട്ടിക്കൊണ്ട് വേണം ഇവിടെ ഗിയർ ഇടാൻ വേണ്ടി. അപ്പോൾ ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്. പിന്നെ ശീലമായവർക്ക് പിന്നെ ശീലമാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇത് എപ്പോഴും ഒന്നും ഓടിക്കുന്നില്ല, അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ വരും. എന്നാലും ഒരു 2 മിനിറ്റ് വണ്ടി കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും സെറ്റാവും കേട്ടോ, പിന്നെ റെഡിയാണ്. പിന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം തിരിക്കാൻ ഇടയില്ല കേട്ടോ. ഞാനിവിടെ ഇരുന്നാലും എൻ്റെ കാലിവിടെ ഇടിക്കും, അത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്. ഇവിടെ ഇരുന്നാലും നമ്മുടെ കാല് ഇവിടെ വരും കേട്ടോ, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂടി അഴിച്ചിങ്ങനെ പറിച്ചൊക്കെ ഇട്ടേക്കുന്ന കാരണം ഇതൊക്കെ ഭയങ്കര വൈബ്രേഷൻ ആണ്. ഇതുണ്ടോ കട, ഇതുകൊണ്ട് അടിക്കുന്നുണ്ടോ, ഇത് കണ്ടോ അത്രയ്ക്കും വൈബ്രേഷൻ ഉണ്ട്, ഭയങ്കര സൗണ്ടുമാണ് വണ്ടി ഓടുമ്പോൾ. ഇതുണ്ട്, ഇവിടെ എല്ലാം പാച്ച് വർക്ക് ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴുകി കുട്ടപ്പനാക്കിയിട്ട് കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. ഇവിടെ മുഴുവൻ ഇതുണ്ടോ, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, അത്രയ്ക്കും വൈബ്രേറ്റ്. അത് നമുക്ക് വിട്ടാലോ എന്നാ. ഓൾറെഡി നമ്മുടെ ഈ വണ്ടിയുടെ ഈ റെക്സിനെല്ലാം അഴിച്ചിട്ടേക്കുന്ന കാരണം വണ്ടിക്ക് നല്ലപോലെ അലമ്പുണ്ട് കേട്ടോ. ഭയങ്കര ഒച്ച, ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഭയങ്കര പടപടാന്നുള്ള ശബ്ദം കാരണം ആളുകളെല്ലാം എന്നെ നോക്കുന്നുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും എന്നെ കാണാം, അതാണ് വേറൊരു പ്രത്യേകത. മറവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മളെ കാണാം. അപ്പോൾ ചെറിയൊരു ചമ്മൽ എനിക്ക് തോന്നിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര സൗണ്ടാണ് കേസ്. പിന്നെ ഈ ഷോക്ക് ഓബ്സർ ഇല്ലാത്ത, വലിയ ഷോക്ക് ഓബ്സറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിന് തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര അടിപ്പാണ് കേട്ടോ, നല്ല ചാട്ടം ചാടുന്നുണ്ട്. അപ്പാപ്പിക്ക് ഇന്ന് എവിടെയോ പോകേണ്ടത് കൊണ്ട് നമ്മളതിലാണ് വണ്ടി തന്നു വിട്ടു കേട്ടോ. വണ്ടി നമ്മളെ തന്നു വിട്ടിട്ട് വണ്ടി കൊണ്ടേ കഴുകിയിട്ട് പാച്ച് വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ഈ കഴുക്കെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കുമ്പോൾ ഒരു 10 മണിയാവും, 10-10:30 ആവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടെസ്റ്റ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു, റീടെസ്റ്റ് എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. സമയം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മളങ്ങനെ സർവീസ് സെൻറ്ററിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സർവീസ് സെൻ്ററാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാറൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത്, വാട്ടർ സർവീസിന് കേട്ടോ. അവിടെ ഒരു 5-10 ബായിമാരുണ്ട്. ഭയങ്കര പരിപാടി, ഒരേ സമയം 3-4 വണ്ടിയൊക്കെ, അത്രയ്ക്ക് തിരക്കുണ്ട് ഇവിടെ കേട്ടോ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്ക് കാണത്തില്ല, പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. കാരണം ഇവിടെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു ഫുള്ള് കഴുകി നല്ല സെറ്റാക്കി തരും. ഇൻറ്റീരിയറൊക്കെ നമ്മളെ ക്ലീനാക്കി നല്ല കിടിലമാക്കി തരും കേട്ടോ. ഇവിടെ വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് എനിക്ക് അപ്പാപ്പി ഓടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നത് കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ വണ്ടി ഓഫാക്കാൻ അറിയാൻ പറ്റില്ല, ഞാനിപ്പോൾ ആകെപ്പാടെ പെട്ടുപോയി കേട്ടോ. ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ അവസാനം ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് വിട്ടാൽ ഓഫാക്കി കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറ്റിയിടാൻ പറഞ്ഞു ബൈ. അപ്പോൾ അങ്ങോട്ട് കയറ്റിയിടാൻ വേണ്ടി പോവാണ് കേസ്. അപ്പോൾ ആ സാധനത്തിനകത്തോട്ട് കയറ്റുന്ന ഇച്ചിരി ടാസ്ക്കാണ്. നടുക്കൂടെ ആ ഫ്രണ്ട് വീലിൽ കയറാൻ വേണ്ടി ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ കയറ്റാൻ ഇച്ചിരി ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബായി അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം കഴുക്ക് തുടങ്ങാൻ പോവുകയാണ് കേസ്. അങ്ങനെ നമ്മുടെ വണ്ടി തേണ്ടേ പൊക്കി നിർത്തി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അടിഭാഗം കഴുകി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്ത് തരിക കേട്ടോ, നല്ല വൃത്തിക്ക് കഴുകും. നല്ല സമയമെടുത്താണ് ഇവിടുത്തെ വാഷിങ് കേട്ടോ. ഇത് ഞാലിയാകുഴിയിൽ സ്ഥിതി ചെയ്യുന്നൊരു സർവീസ് സെൻ്ററാണ് കേട്ടോ, കോട്ടയം ഞാലിയാകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും ഇതുണ്ടോ, നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ വീട്ടുപേരൊക്കെയാണ് വണ്ടിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. കിഴക്കേക്കര കണ്ടോ, അതാണ് നമ്മുടെ വീട്ടുപേര് കേട്ടോ. വണ്ടിക്കകത്ത് മൊത്തം മറ്റേ പതയടിച്ച് കയറ്റിയിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനാണ് ഇവിടെ ഒരു വായു ഇടുന്നുണ്ട്, വണ്ടി പോളിഷ് ചെയ്യാണ് കേട്ടോ. നല്ല പരിപാടി. ഞാൻ 2-3 തവണ ഓർത്തത് നമ്മുടെ പോളയൊന്ന് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരു പുത്തൻ ലുക്കാകും കേട്ടോ. പെയിൻ്റൊക്കെ ഇതുണ്ടോ, നല്ല അടിപൊളിയല്ലേ, ക്ലീനായിട്ട് നല്ല അടിപൊളിയാവും, പുത്തൻ പോലിരിക്കും വണ്ടി. 32,500 രൂപ ആയിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ റേറ്റ്. അങ്ങനെ എന്തായാലും ഈ വണ്ടിയുടെ ലുക്ക് കണ്ടോ,
നോക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചും ചെറിയ ചെറിയ പോറലുകളൊക്കെ ഉണ്ടാകും മാറി തരും കേട്ടോ. ഇത് കണ്ടോ, ഇത് ചെയ്യാത്ത ഭാഗം ഈ വലത്തെ സൈഡിൽ കാണുന്നത്, അപ്പുറത്തെ ആ ഫ്രണ്ട് ഭാഗമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലായതുകൊണ്ടോ, അതാണ് സംഭവം. നമ്മുടെ വണ്ടി ഇവിടെ കഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ വണ്ടിയുടെ കഴുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിന് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാണ്ടി പോവാണ് കേസ്. ഇവിടെ മുഴുവനും ചെളിയായിരുന്നു, ഇതിനകം മുഴുവനും പൊടിയും തുരുമ്പും ഒക്കെ ആയിരുന്നു. വണ്ടി എടുക്കാതെ കിടക്കുമായിരുന്നു കേട്ടോ, കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു വണ്ടി. അങ്ങനെ നമ്മുടെ കഴുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് വണ്ടി. ഇനിയിപ്പം അവിടെ പാച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി എളുപ്പമുണ്ട്. അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് വണ്ടി. ഇനിയിപ്പോൾ അവരത് മൊത്തം പൊളിച്ച് തുരുമ്പും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി തരും. നമുക്ക് വിട്ടാലോ, നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം കേസ്. ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കാല ക്ലച്ചും കയ്യാൽ ഗിയറും വലത്തെ സൈഡിൽ ആക്സിലേറ്ററും ബ്രേക്കുമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. നമുക്ക് സ്ഥിരം ഓടിക്കുന്ന ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വല്ലപ്പോഴും ഒക്കെയാണ് ഇത് ഓടിക്കാൻ കിട്ടുന്നെങ്കിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കാരണം ഈ കാല ക്ലച്ച് വിടുന്നതനുസരിച്ച് വണ്ടി ഇങ്ങനെ ഒരു ചാട്ടമൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഭയങ്കര ഭയങ്കര പുള്ളിങ്ങാണ്. ഫസ്റ്റ് ഗിയറൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. നമ്മളെ ഇങ്ങനെ കാല ഗിയറുള്ളത് കൊണ്ട് നമുക്കത് വശമില്ലാത്തത് കൊണ്ടും നമ്മളിങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റ ചാടും വണ്ടി. അത് ഭയങ്കര രസം. പിന്നെ ഇതിൻ്റെ ഗിയറൊക്കെ ഇടുമ്പോൾ പടക്കോന്ന് കേൾക്കാം കേട്ടോ. ഓരോ ഗിയർ ഇടുമ്പോൾ അതെല്ലാവരും എത്ര ഓടിക്കാൻ അറിയാവുന്നവർ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ഗിയറിന്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പോകുന്നത് നല്ല രസമാണ്. ഒരു മഴയും കൂടി പെയ്യുവായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ. മഴയൊക്കെ നനഞ്ഞ് പോകാമായിരുന്നു. എന്തായാലും കൊള്ളാം, മഴയില്ല കേസ്. വണ്ടി ഏതായാലും നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം. നല്ല വെയിലാണ് കേട്ടോ, മഴയില്ല. മഴ ഉണ്ടായിരുന്ന രസമായിരുന്നു കേട്ടോ. ഈ വണ്ടിയൊക്കെ ആയിട്ട് നേരെ കുട്ടിക്കാനം പോകാൻ അടിപൊളിയാണ്. മഞ്ഞത്തൂടെയൊക്കെ ഓടിച്ചു നടക്കാം, അടിപൊളിയായിരിക്കും. അങ്ങനെ കേസ് നമ്മൾ വേണ്ടേ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പല ആംഗിളിൽ ഈ ക്യാമറ വെച്ചൊന്ന് പരീക്ഷിച്ച് പോകും. ഈ ഓട്ടോയുടെ ആ ഒരു പോക്ക് കാണാൻ നല്ല രസമില്ല. നോക്കി കുഞ്ഞൊരു സാധനം ഇങ്ങനെ പോകുന്നുണ്ടോ, രസമുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി അടിപൊളി. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ കൂടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതേതായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല റെഡി ആയി കഴിയുമ്പോഴത്തേക്കിന് ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ റീൽസായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെല്ലാം ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, അടിപൊളി കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടിയുടെയൊക്കെ വീഡിയോസൊക്കെ കുറവല്ലേ, ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനത് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് ഒരുപാട് കമൻറ്റും അതുപോലെ അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെ പേജിൽ നിന്ന് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ അത് റാം ജൂനിയർ എന്ന് പറഞ്ഞ് നോക്കിയാൽ അത് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ വേണ്ടേ ഈ പുളിയാങ്ങെന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ, നമ്മുടെ അടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു പാച്ച് വർക്കിൻ്റെ വർക്ക്ഷോപ്പുള്ളത്. നമ്മൾ നേരെ വേണ്ടേ അങ്ങോട്ട് കയറ്റാണ്ടി പോവാണ് ഗേസ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കയറുകയാണ്. ഇവിടെ പാച്ച് വർക്ക് ചെയ്യുന്ന ഓട്ടോ വർക്ക്സ്, ശ്രീലത ഓട്ടോ വർക്ക്സ്, ഇവിടെയാണ് പാച്ച് വർക്ക് ചെയ്യുന്നത്. പെയിൻറ്റിങ് എവിടെ ചെയ്യുന്നത്? ഇവിടെ തന്നെ വേറെ ആണോ? ഉണ്ടല്ലേ. ഞാനേ വഴി മറ്റേ കൊച്ചുവഞ്ഞാണ്ട് എടുക്കാൻ. എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ടുവന്ന ഉടനെ ചേട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക രാവിലെ മുതൽ 11:13 ആയി കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമ്മളെ നോക്കി ഇരിക്കുകയാണ് ചേട്ടൻ. ഞാൻ ഇന്നലത്തെ അർജൻറ്റീനയുടെ പന്തുകളിയെല്ലാം കണ്ടു കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. അത് കാരണം നമ്മളിപ്പം കഴുകിയിട്ടെല്ലാം വന്ന് 11 മണിയായി കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്.